തിരുവനന്തപുരം വിതുര തൊളിക്കോട് മേഖലയിൽ ഭീതി പടർത്തിയ കാട്ടുപോത്തിനെ കാട് കയറ്റിവിട്ടു. മയക്കുവെടി വെച്ച പിടികൂടിയ ശേഷം കാട്ടിലേക്ക് തുറന്നുവിടുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം 7:45 പേപ്പാറ വന്യജീവി സങ്കേതത്തിലാണ് കാട്ടുപോത്തിനെ തുറന്നുവിട്ടത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. കാട്ടുപോത്തിനെ കാട് കയറ്റുക. മനുഷ്യനിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വയ്യ. അപ്പോൾ അത് കഴിയുമ്പോഴാണ് കാട്ടിൽ നിന്ന് കാട്ടുപോത്തോട് ഇറങ്ങി വരുന്നത്. ഓണമായിട്ട് ഉള്ള വരവായിരിക്കും എന്തായാലും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം ടെലിഫോണിൽ ചേരുകയാണ്. അലക്സേ, കാട്ടുപോത്ത് കാട് കയറി പോയോ? എസ്കാൻ കാട് കയറി പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. എസ്കാൻ ഇത് വിതുര തൊളിക്കോട് മലയാടി മേഖലയിലാണ്, അതായത് ജനവാസ മേഖലയാണ്. കഴിഞ്ഞ 4-5 ദിവസമായി കാട്ടുപോത്ത് അവിടെ ജനങ്ങളിൽ ഭീതി പരത്തി ആ നാട്ടിലാകെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലായിരുന്നു. ജനങ്ങൾ വനംവകുപ്പിനെ അടക്കം നേരത്തെ വിവരം അറിയിച്ചതാണ്. ഇന്ന് വൈകുന്നേരം മലയാടി ഭാഗത്ത് സെറ്റിൽമെന്റ് പ്രദേശമുണ്ട്, ജനവാസ മേഖലയാണ്. അവിടെ നിന്ന് ഏതാണ്ട് വൈകുന്നേരം 4:15 ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് 3-4 ദിവസമൊക്കെ ഈ ആളുകൾ ഇതിനെ ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഇത് അവശതയിലായിരുന്നു, തളർന്ന അവശ നിലയിലായിരുന്നു. അതിന് ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു, മാത്രമല്ല കാലിൽ മുടന്തുണ്ടായിരുന്നു. അതുകൊണ്ട് മയക്കുവെടി വെക്കുന്നതിന് വലിയ പ്രയാസം ഉണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപോത്തിന് മയക്കുവെടി വെച്ചത്. തുടർന്ന് മയങ്ങിയ കാട്ടുപോത്തിന് ചികിത്സ നൽകി പിന്നാലെ 7:45 അവിടെ നിന്ന് വാഹനത്തിൽ പേപ്പാറ വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിച്ച് അവിടെ തുറന്നു വിടുകയായിരുന്നു. തിരുവനന്തപുരം DFO ദേവിപ്രിയ, പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ എസ് ശ്രീജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ദൗത്യം നടന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാട് കയറിയിട്ടുണ്ട്, പക്ഷേ ഇതിന് അതിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്, അവശ നിലയിലാണ്. സ്വാഭാവികമായി ശ്രദ്ധിക്കേണ്ടി വരും അടുത്ത ദിവസങ്ങൾ വനംവകുപ്പ് ഈ കാട്ടുപോത്തിന്റെ ആരോഗ്യസ്ഥിതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.